നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെമ്പല്ലി പിടിക്കണ ഒരു സ്പോട്ടിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെമ്പല്ലി ഇവിടെ കുറേ പേർക്ക് കിട്ടുന്നുണ്ടെന്നാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ആ ഒരു ഇത് അറിഞ്ഞ വശം നമ്മൾ ചാളയും മേടിച്ചിട്ട് ഇവിടെ ചെമ്പല്ലി പിടിക്കാൻ വന്നേക്കുകയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന ചേട്ടന്മാർക്ക് വറ്റിയും അതുപോലെ ഹമൂറൊക്കെ കിട്ടിയെന്നുള്ള വേറൊരു കാര്യം കൂടി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. കാരണം ഇവിടെ ചെമ്പല്ലി, ഹമൂറ്, വറ്റ, പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ഏരിയയാണ് അടിക്കണത്. ഏറ്റവും കൂടുതൽ ഏരിയയാണ് അടിക്കുന്നത്. പിന്നെ അതിൽ ചെമ്പല്ലി മാറി മാറി കിട്ടുന്നുണ്ട് പലർക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ വന്നേക്കണത്. ഓ പോളി പോളി, ഇട്ടിട്ട് 2 മിനിറ്റല്ലായിട്ടുള്ളൂ. കഷ്ടമുണ്ട് കേട്ടോ. ഞാൻ എത്ര നേരം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഗൈസ്. ഞാനിവിടെ കുറേ നേരമായി, കുറേന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂറാവും. ആളിപ്പം മെല്ലെ എല്ലാം കെട്ടി സെറ്റപ്പ് ആക്കിയിട്ട് ഇട്ടുള്ളൂ. തിന്നതായിരിക്കുന്നെങ്കിലും ചീഞ്ഞിട്ടിരിക്കുന്നു അതിൻ്റെ ഉള്ളിൽ. ഗൈസ് നമുക്ക് അങ്ങനെ ചെറിയൊരു ചെമ്പല്ലിയുടെ കുട്ടീനെ കിട്ടിയേക്കാണ്. കണ്ടാ നൈസായിട്ടില്ലേ? നമ്മൾ ചാളയുമാണ് പിടിച്ചത്. നമ്മൾ ഇപ്രാവശ്യം 3 ഹുക്കുമ്പോൾ 3 പീസ് ചാളയൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് നമുക്ക് അടിച്ച മീനാണ് ഈ കാണുന്നത്. അടുത്തത് നമുക്ക് പിടിക്കാം. ഗൈസ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ചാള മാത്രം കൊളുത്തിട്ട് ഏറ്റവും എൻഡിലാണ് വെയിറ്റ് ഇട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് മീൻ കിട്ടിയില്ലേ. പക്ഷെ നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് കണ്ട 3 മറ്റേ സബുക്കി കെട്ടണ പോലെ ചാള 3 കൊളുത്തിൽ അങ്ങോട്ട് കെട്ടി ഞാത്തിട്ടേക്കാണ്. പിന്നെ ഏറ്റവും മേലെയായിട്ട് നമ്മൾ ചെറിയൊരു വെയിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെന്ന് വീഴുമ്പോൾ ഏതെങ്കിലും ഒരു മീനാ പരിസരത്തുണ്ടെങ്കിൽ വന്ന് അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരെണ്ണം കിട്ടിയത് കാരണം ഇങ്ങനെ ഇട്ടപ്പോൾ അപ്പോൾ നമുക്ക് ഒരെണ്ണം ഇങ്ങനെ ഇട്ട് നോക്കാം. ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് പോലും ആയിട്ടില്ല കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് മീൻ കിട്ടി. 2 മിനിറ്റ് അല്ല, ഒരു മിനിറ്റിന്റെ ഉള്ളില് അപ്പൊ തന്നെ മീൻ കിട്ടി. ഈ വെയിറ്റ് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഈ ചാള 3 അങ്ങനെ ഇടുമ്പോൾ നമുക്ക് മീൻ കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കി നോക്കാം. ഇനി അതേ സ്ഥലത്തേക്ക് നമുക്ക് ഒന്നുകൂടി ഇട്ട് നോക്കാം. ആ സ്ഥലം വേറെ സ്ഥലം മാറ്റി പിടിക്കും. ഇവിടെ രസമില്ല. വേണമെങ്കിൽ ഞാൻ ഇവിടെ ചൂണ്ടി നോക്കാം. വേണ്ട വേണ്ട, ഞാൻ ചൂണ്ടാന്നേ. എന്റെ വെയിറ്റും പോയി എല്ലാം പോയി. ഇനി ഞാൻ കൊടുത്ത് എല്ലാം കൂടി കെട്ടി ഉണ്ടാക്കണം. അയ്യോ, എന്താ അടിച്ചാ? ഞാൻ പേടിച്ചു ഒരു നിമിഷം. അടിച്ചോ? എന്തുട്ടാ പറയണേ? കുടുങ്ങിയോ? നിക്ക് 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 നിക്ക്, ഒന്നും ചെയ്യല്ലേ. പോയാ? ും വലുതാണോ? പോയോ? പോയാ? രണ്ടാമത്തെ മീനായിരുന്നില്ലേ? ആ മേലെ വേഗം നല്ല കൊച്ചു വരുമ്പോൾ ഹുക്കൊക്കെ കൊടുക്കുന്ന സമയത്താണ് ഇത് കുടുങ്ങണത്. നല്ല മീനടിച്ചതായിരുന്നു. പോയി ഗൈസ്. ആ വലിയ മീൻ കിട്ടില്ല. മീനിനൊക്കെ വിലപിടിപ്പുള്ള ഒരു രത്നമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ ഉള്ളില് രത്നാണെന്നാണ് പറയപ്പെടുന്നത്. കോടിക്കണക്കിന് ഉറുപ്പ്യ വില ഉണ്ടാവും. കണ്ട, ഇത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വൻ രീതിയിൽ നമുക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ഈ നീലക്കല്ലാണ് ഇതിലെ മെയിൻ സാധനം എന്നൊക്കെ പറയണമെന്നുണ്ട് ഗൈസ്. പക്ഷെ ഇത് സാധാരണ എന്തോ കക്കേര പുറ്റ എന്തൊരു തേങ്ങയാണ്. ഇതുമ്പോ നമ്മുടെ കുളത്ത് കുടുങ്ങിയിട്ടാണ് നമ്മുടെ കുളത്തൊക്കെ പോണത് കേട്ടാ. ഓ, അതിൻ്റെ ഉള്ളൊരു മീൻ ഗൈസ്. അതൊരു വെറൈറ്റി. നമുക്കിത് പൊളിച്ച് നോക്കാട്ടാ. ഞാൻ മീനെ കാണിച്ചു തരാം. അപ്പൊ ഇതിനകത്തൊരു മീൻകുട്ടി ഉണ്ടായിരുന്നു. എന്ത് മീനാന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് പൊളിച്ചു നോക്കാം. ഓ, ഭയങ്കര ബലട്ടാ ഗൈസ്. കൈയൊക്കെ മുറിയുന്നുണ്ട്. കൈ മുറിയും. മീൻകുട്ടീനെ ഇതിന് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഒരു മീൻകുട്ടി ഞാൻ വാല് പിടിക്കാം. തല കടിക്കണി. തവളന്റെ കുട്ടി, തവളക്കുട്ടിയല്ല, തവളേന്റെ കുട്ടി. കടൽ തവള എന്ന് പറഞ്ഞൊരു സംഭവത്തിന്റെ കുട്ടിയാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ നിന്ന് വന്നാണ് കേട്ടോ.
പാവം പെട്ട് കിടക്കായിരുന്നു ഗൈസ്, നമ്മളെ രക്ഷിച്ചു. നമ്മളാണ് ഇവനെ രക്ഷിക്കണത്. ഇവൻ നന്മ മരം. കണ്ട കണ്ട കണ്ട, ഇത് ഹമൂർ തന്നെയാണോ? ഇനി ഹമൂറല്ല, അത് തവള. കുറച്ച് നല്ല ചന്തണ്ട് ഗൈസ്. നമ്മളിവനെ റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇവനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ നമുക്ക് കല്ലൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇതും കളയാം. എന്നിട്ട് ഇവനെ നമുക്ക് രക്ഷിക്കാം കേട്ടോ. കണ്ടാ, രക്ഷിക്കാൻ പോവാണ് ഇവനെ. നമ്മള് കടലിലേക്ക് ഇങ്ങനെ ഇടുന്നു. വേണ്ട, രക്ഷപ്പെട്ടു പോയി. ഇങ്ങനത്തെ സാധനങ്ങളാണോ കടലിന് കിട്ടുന്നത്? കൊറേ കിട്ടുന്നുണ്ടല്ലോ. അടുത്തതായിട്ട് നമുക്ക് കിട്ടിയതുണ്ട ഒരു വെയിറ്റ്, ഒരെണ്ണല്ല, ഒരു 2-3 വെയിറ്റുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് എത്ര എണ്ണമാണല്ലേ ഒക്കെ ആയിട്ടുള്ള ഒരു കെട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയേക്കണ്ട. ഇതും തന്നെയുണ്ട് ഒരു 1, 2, 3, 4, 5 വെയിറ്റ് ഉണ്ട് അതില്. നമ്മുടെ നേരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു കടലിന്റെ സംഭവം. ഇതിന്റെ ഉൾഭാഗം കണ്ട, ഇവിടെ എന്തോ പ്രാണി ഇവിടെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ. കണ്ട, ഇവിടെ ഒരു സാധനം തുറക്കാൻ പറ്റുന്ന സാധനം ഉണ്ട്, പൊട്ടിപ്പോകും. ഇതൊക്കെ കടലിന്റെ അടിയിലുള്ള സംഭവങ്ങളാണ്. നമ്മൾ ചൂണ്ടിയിടുമ്പോൾ നമുക്ക് കുടുങ്ങിയിട്ട് വന്നതാണ്. നമുക്ക് നമ്മുടെ കുളത്ത് ഇതാകണ്ട, ഈ ഒരു കയറിന്റെ അറ്റത്താണ് നമ്മുടെ കുളത്ത് കുടുങ്ങിയേക്കണത്. കണ്ടോ, ഇതിങ്ങോട്ട് വിടിപ്പിച്ച നമ്മുടെ സാധനം കിട്ടി. ഇതിൽ കണ്ട കൊറേ കാലായിട്ട് കിടക്കണത് തോന്നണല്ലേ. കൊറേ കാലായിട്ട് കിടക്കണത് കണ്ടാ. ഇത് കണ്ട, വെയിറ്റ് ഊരി എടുത്തോ, നമുക്ക് യൂസ് ചെയ്യാം. ഈയത്തിന്റെ വെയിറ്റുകളാണ് കേട്ടോ അതിന്റെ കൂട്ടത്തിൽ വന്നേക്കണം. പിന്നെ ഒരു ബോൾട്ട് ആരും ഇട്ടിട്ടുണ്ട്. പിന്നെ ഫുള്ള് ഈ ലീഡർ ലൈൻ ഫുള്ള് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് കുളത്തൊക്കെ തുരുമ്പിടിച്ച് കുളത്ത് കെട്ടുണ്ട്. പക്ഷെ കുളത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളില്ല. കണ്ടോ, കുളത്തിന്റെ ഒരു കഷ്ണം അത് മിരിക്കുന്നുണ്ട് ഈ നൂലുമേ. ബാക്കിയുള്ളത് തുരുമ്പ് പിടിച്ച് ഇല്ലാണ്ടായി പോയി. അപ്പൊ ഇത് ഒരുപാട് കാലമായിട്ട് കിടക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ. കൺഗ്രാറ്റ്സ്, താങ്കൾക്ക് അത് കിട്ടിയിരിക്കുന്നു. നമുക്ക് ഇന്നൊരു ചെമ്പല്ലിയും പിന്നെ ഇതും കൂടി കിട്ടിയിട്ടുണ്ട്. കിട്ടാത്ത ആൾക്കാർ ഇവിടെ ഉണ്ട്. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. എന്തായാലും നമുക്ക് ഈയം ഊരി എടുക്കാം. എന്തായാലും നമ്മുടെ ഒരു ഈയം ഇന്ന് പോയിട്ടുണ്ട്. അപ്പൊ അതിന് പകരം വേറെ ഈയം കിട്ടി. ഒന്നല്ല, കൊറേ പോയിട്ടുണ്ട്. അതെ, ഇന്ന് പോയ ഈയം നമുക്ക് തിരിച്ചു കിട്ടി. ഇതാണ് ആ ഈയം. ഇതെങ്ങനെ എല്ലാരും എടുക്കുന്നു വിശ്വസിക്കണല്ലേ? എല്ലാരും ചെയ്യണ്ടാവൂല്ലേ? പിന്നെ എല്ലാരും ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആരെടുക്കാത്തത്? നമ്മുടെ ആരോ അടിച്ച് ചപ്പാത്തി ആക്കിട്ട് വെച്ചേക്കണട്ടോ. ഒരിക്കലും അത് പക്ഷെ അത് അങ്ങനെ ആയതായിരിക്കും. കൊറേ കാലമില്ലേ കടലിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. സീന് അതങ്ങനെ ആയതായിരിക്കാം ചിലപ്പോ. ഇത് കുടുങ്ങാതിരിക്കാൻ മാക്സിമം അടിച്ച് ചപ്പാത്തി വെച്ചതാണ്. പക്ഷെ എന്നിട്ട് കുടുങ്ങിയിട്ടാണ് പൊട്ടി പോന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതുമ്പോ എന്താ കിട്ടും? അതായത് കുഞ്ഞൊരു ചേട്ടാ ഇത് കിട്ടും നോക്കാം. ഇത് അപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചെമ്പല്ലി പിടിക്കാൻ വേണ്ടിട്ട് ഈ സ്പോട്ടിലേക്ക് വരുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും ദിവസം ചെമ്പല്ലി കിട്ടിയില്ല. പക്ഷെ നമുക്ക് ഇന്ന് ചെമ്പല്ലി കിട്ടി. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്തൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമ്മൾ ഇന്ന് 3 കുളത്ത് യൂസ് ചെയ്ത്, അതുപോലെ ചാള ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്ത് ആ 3 കുളത്തുമീൻ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരെണ്ണത്തിലാണ് നമുക്ക് ഇന്നൊരു നല്ലൊരു ചെമ്പല്ലി കിട്ടിയിട്ടാ.